ഹായ് സ്റ്റുഡൻസ്, അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന കോമ്പിനേഷണൽ സർക്യൂട്ടാണ് മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ എന്താണെന്ന് നോക്കാം. മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ ഇസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് ദാറ്റ് കമ്പയർ ടു ഡിജിറ്റൽ ഓർ ബൈനറി നമ്പേഴ്സ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വെദർ വൺ ബൈനറി നമ്പർ ഈസ് ഈക്വൽ, ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ദ അതർ ബൈനറി നമ്പർ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. ഇത് യൂസ് ചെയ്യുന്നത് രണ്ട് ബൈനറി നമ്പർ അല്ലെങ്കിൽ രണ്ട് നമ്പർ തന്നിരുന്നാൽ അത് മറ്റേതിനേക്കാൾ ഗ്രേറ്റർ ആണോ, ലെസ് ആണോ, ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് കമ്പറേറ്റർ. അപ്പോൾ വി ലോജിക്കലി ഡിസൈൻ എ സർക്യൂട്ട് ഫോർ വിച്ച് വി വിൽ ഹാവ് ടു ഇൻപുട്ട് ഫോർ one for A and other for B. We have three output terminals, one for A greater than B, other A one for A equal to B and one for A less than B condition. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. എൻ ബിറ്റ് കമ്പറേറ്റർ. ഇവിടെ രണ്ട് ബൈനറി നമ്പർ എയും ബിയും രണ്ട് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ഈ നമ്പർ എയും ബിയും ഈക്വൽ ആണെങ്കിൽ ഈ ലൈൻ എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈൻ ആക്റ്റീവ് ആവും. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ ആക്റ്റീവ്, അല്ലെങ്കിൽ എ ലെസ് ദാൻ ബി ആണെങ്കിൽ ലാസ്റ്റ് ലൈൻ. ഈ ഡയഗ്രം അനുസരിച്ച് അങ്ങനെ ആയിരിക്കും ആക്റ്റീവ് ആവുന്നത്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് 4 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്ററിൻ്റെ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇൻപുട്ട് ഉണ്ട്, എയും ബിയും. ആ എ എന്ന് പറയുന്നത് നമ്പർ 4 ബിറ്റും ബി എന്ന് പറയുന്ന നമ്പർ 4 ബിറ്റ്. അപ്പോൾ ടോട്ടലി 8 ഇൻപുട്ട് വരും, 3 ഔട്ട്പുട്ട്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8 ഇൻപുട്ട് ഈച്ച് ഫോർ 2 4-ബിറ്റ് നമ്പേഴ്സ് ആൻഡ് 3 ഔട്ട്പുട്ട് ടു ജനറേറ്റ് ലെസ് ദാൻ, ഈക്വൽ ടു ആൻഡ് ഗ്രേറ്റർ ദാൻ ബിറ്റ്വീൻ 2 ബൈനറി നമ്പർ. ഇനി ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഡിസൈന് വേണ്ടിയിട്ട് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ എ ഗ്രേറ്റർ ദാൻ ബി, എ എന്ന് പറയുന്ന നമ്പർ ബിയേക്കായി ഗ്രേറ്റർ ആവണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമുക്കറിയാം എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമുക്ക് കണ്ടീഷൻ ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് A3 ഈക്വൽ ടു 1 ആൻഡ് B3 ഈക്വൽ ടു 0 ആയിരിക്കണം ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എ എന്ന് പറയുന്ന ബിറ്റ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? A0 A1 A2 A3, B0 B1 B2 B3. അപ്പം എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1ഉം രണ്ടാമത്തെ ബിറ്റ് 0. ഈ ബാക്കിയുള്ള 3 ബിറ്റ് എന്ത് വേണമെങ്കിലും ആവാം, അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലെങ്കിൽ A3 ബിറ്റ് തന്നെ 1ഉം B3 ബിറ്റ് 0 ആണെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ബാക്കി ബിറ്റ് മീൻസ് A2 A1 A0 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് തന്നെ പറയാം, എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് പറയാം. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് അടുത്ത കണ്ടീഷൻ നമ്മൾക്കിപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് രണ്ട് ബിറ്റും സെയിം ആണ്. ഫസ്റ്റ് രണ്ട് ബിറ്റും സെയിം മീൻസ് ഇപ്പം A3യും സെയിം B3യും സെയിം. അതായത് നമുക്ക് രണ്ട് നമ്പറുണ്ട്, A3 ബിറ്റ് സെയിം B3 ബിറ്റ് സെയിം. ഇനി A1 ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയണമെങ്കിൽ എന്താ രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് A2 1ഉം B2 0 ആയിരിക്കണം. ബാക്കിയുള്ള രണ്ട് നമ്പറും എന്ത് വേണമെങ്കിലും ആവാം, എനി നമ്പർ വേണമെങ്കിലും ആവാം, 1 or 0 കോമ്പിനേഷൻ വേണമെങ്കിലും ആവാം. അപ്പോൾ മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 നോക്കി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് സെയിം, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് രണ്ടിൻ്റെ സെയിം അല്ലേ, രണ്ട് ബിറ്റും 1 1 അല്ലെങ്കിൽ 0 0, അല്ലെങ്കിൽ രണ്ട് ബിറ്റും സെയിം ആണെങ്കിൽ രണ്ട് ബിറ്റും 0 0 1 1 ആണെങ്കിൽ നമ്മൾ ഏത് ബിറ്റ് നോക്കിയാലേ മനസ്സിലാവൂ? ഈ രണ്ടാമത്തെ A2 B2 പൊസിഷൻ ചെക്ക് ചെയ്താലേ എന്ത് മനസ്സിലാവൂ? ഗ്രേറ്ററും ലെസ്സും പറയാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് A3 ഈക്വൽ ടു B3 ആണെങ്കിൽ, A3യും B3 ഈക്വൽ ആണെങ്കിൽ പിന്നെ ഏത് രണ്ട് ബിറ്റ് സെഷൻ ഈ രണ്ട് ബിറ്റ് ചെക്ക് ചെയ്യണം. ആ രണ്ട് ബിറ്റിൽ A2 1ഉം B2 0 ആണെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ മോസ്റ്റ് രണ്ട് ബിറ്റുകൾ സെയിം, അതായത് A3 B3 സെയിം,
A2 B2 സെയിം. ഇത് വേണമെങ്കിൽ 0 ഈ 1 പകരം 0 വരാം, ഈ 0 പകരം 1 എന്ത് വേണമെങ്കിലും വരാം. ഇനി നമ്മൾ ഏത് രണ്ട് ബിറ്റ് നോക്കിയാൽ A ഗ്രേറ്റർ ദാൻ B പറയാൻ പറ്റത്തുള്ളൂ? A1 1ഉം B2 0 പൊസിഷൻ വന്നാൽ മാത്രമേ. ഇനി ബാക്കി വരുന്ന ബിറ്റ് ഏത് വേണമെങ്കിലും ആവാം, 1 0 എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ A2 B2 പൊസിഷൻ ചെക്ക് ചെയ്താലേ A ഗ്രേറ്റർ ദാൻ B എന്ന് പറയാൻ പറ്റൂ. കാരണം മനസ്സിലായില്ലേ, ഈ രണ്ട് ബിറ്റ് പൊസിഷനും സെയിം ആണെങ്കിൽ A3 B3 A2 B2 സെയിം ആണെങ്കിൽ ബാക്കി ഉള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് A ഗ്രേറ്റർ ദാൻ B എന്ന് പറയണമെങ്കിൽ A1 B1 ചെക്ക് ചെയ്യണം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ A3 = B3 A2 B2 സെയിം ആണെങ്കിൽ A1 = 1ഉം B1 = 0 ആണെങ്കിൽ മാത്രമേ A ഗ്രേറ്റർ ദാൻ B C ആണെന്ന് പറയാൻ പറ്റൂ. ഇനി അടുത്ത നമ്മൾ ആദ്യത്തെ ബിറ്റ് പൊസിഷൻസ് എല്ലാം സെയിം, അതായത് A3 പൊസിഷനിൽ B3 പൊസിഷനിൽ സെയിം വാല്യൂ, A2 പൊസിഷനിൽ B2 സെയിമും A1 B1ഉം സെയിം ആണെങ്കിൽ ഇനി ആ ലാസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ചെക്ക് ചെയ്തെങ്കിലേ A ഗ്രേറ്റർ ദാൻ B ആണെന്ന് പറയാൻ പറ്റും. എങ്ങനെ? A0 1 ആയിരിക്കണം, B0 0 ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് A ഗ്രേറ്റർ ദാൻ B എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് പൊസിഷൻ A3 1ഉം B3 0 ആണെങ്കിൽ വേറെ ഒരു ബിറ്റ് നോക്കേണ്ട ആവശ്യമില്ല, A ഗ്രേറ്റർ ദാൻ B എന്ന് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ടിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് മീൻസ് A3യും B3യിലും സെയിം വാല്യൂ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് പിന്നെ നമ്പർ A ഗ്രേറ്റർ ദാൻ B എന്ന് പറയണമെങ്കിൽ തൊട്ടടുത്ത ബിറ്റ് പൊസിഷൻ ചെക്ക് ചെയ്യണം. അത് ഏതൊക്കെയാണ്? A2ഉം B2ഉം ചെക്ക് ചെയ്യണം. A2 1ഉം B2 0 ആയിരുന്നാലേ A ഗ്രേറ്റർ ദാൻ B എന്ന് പറയാൻ പറ്റൂ. ഇനി നമുക്ക് തന്നിരിക്കുന്ന അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് A3യും B3യും സെയിം, A2ഉം B2ഉം സെയിം. അങ്ങനെയാണെങ്കിൽ അടുത്ത ബിറ്റ് പൊസിഷൻ നോക്കിയാലേ നമുക്ക് ആൻസർ പറയാൻ പറ്റും. അടുത്ത ബിറ്റ് പൊസിഷനിൽ എങ്ങനെ ആയിരിക്കണം? A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ A1 1ഉം B1 0 ആയിരിക്കണം. ഇനി A3 B അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ 3 ബിറ്റും സെയിം ആണെങ്കിൽ ലാസ്റ്റ് ബിറ്റ് നോക്കിയാൽ മതി. ഇതെന്തായിരിക്കണം? A0 1ഉം B0 0. ഇതാണ് A ഗ്രേറ്റർ ദാൻ Bയുടെ ഇക്വേഷൻ എന്ന് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ഇക്വേഷൻ ഫോമിൽ എഴുതും. അപ്പോൾ ഗ്രേറ്റർ എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് A3 B3 എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? A3 B3 ബാർ പ്ലസ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ത്? ഇത് സെയിം, രണ്ട് ബിറ്റും സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്നോർ ഓപ്പറേറ്റർ, അതായത് എക്സ്നോർ ഓപ്പറേഷൻ്റെ എക്സ്നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ അറിയാമല്ലോ, 0 0യും 1 1ഉം വരുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് 1 വരുന്നത്. അതായത് രണ്ട് ഈക്വൽ ഇൻപുട്ട് അതായത് 0 0 അല്ലെങ്കിൽ 1 1. അപ്പോൾ ഇക്വാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗേറ്റാണ് എക്സ്നോർ ഗേറ്റ്. അപ്പോൾ A3 = B3 റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് A3 എക്സ്നോർ B3 ആൻഡ് അതിൻ്റെ കൂടെ വരുന്ന എന്തോ ആൻഡ് ആണ്. അപ്പോൾ ഈ ആൻഡ് A2 B2 ബാർ. അപ്പോൾ ഈ കണ്ടീഷനാണ് നമ്മൾ ഇവിടെ ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. A3 എക്സ്നോർ B3 A2 B2 ബാർ. അടുത്ത ഈ രണ്ട് ബിറ്റും ഈക്വൽ ആണ്. അതപ്പോൾ എങ്ങനെ എഴുതും? A3 എക്സ്നോർ B3 A2 എക്സ്നോർ B2 പിന്നെ അതിൻ്റെ കൂടെ A1 B1 ബാർ. അടുത്തത് A3 എക്സ്നോർ B3 A2 എക്സ്നോർ B2 A1 എക്സ്നോർ B1 ആൻഡ് അതിൻ്റെ കൂടെ A0 B0 ബാർ. അപ്പോൾ ഇതാണ് A ഗ്രേറ്റർ ദാൻ Bയുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗേറ്റുകളെല്ലാം കണക്ഷൻ കൊടുത്തിട്ട് ഇവിടെ ഒരു ആൻഡ് ഗേറ്റ്, ഇവിടെയും ഈ എക്സ്നോർ ചെയ്തതും ഇതും കൂടെ ഒരു ആൻഡ് ഗേറ്റ്, ഈ A3 B3 എക്സ്നോർ ചെയ്തതും ഇത് രണ്ടും എക്സ്നോർ ചെയ്തതും ഒരു ആൻഡ് ഗേറ്റ്, അതെല്ലാം കൂടെ ഒരു ഓർ ഗേറ്റ് കൊടുത്ത് ഇതെല്ലാം കൂടെ ഓർ ഗേറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഗ്രേറ്ററിൻ്റെ സിമ്പൽ കിട്ടും. ഇനി A ലെസ് ദാൻ Bയുടെ കണ്ടീഷൻ ആണെങ്കിൽ ഈ സെയിം കണ്ടീഷൻ തന്നെ എന്താ ചെയ്താൽ മതി? ഇതിൻ്റെ തിരിച്ചിട്ടാൽ മതി. അതായത് ലെസ് ആവണമെങ്കിൽ എല്ലാ കണ്ടീഷനും തിരിച്ചാൽ മതി. അതായത് A3ക്ക് പകരം ഇവിടെ എന്തായിരിക്കണം? A ലെസ് ദാൻ B ആണെങ്കിൽ A3 0യും B3 1ഉം ആയിരിക്കണം. ഇവിടെയും സെയിം തന്നെ, അതുപോലെ തന്നെ. ഇനി ഫസ്റ്റ് രണ്ട് ബിറ്റ് സെയിം ആണെങ്കിൽ നെക്സ്റ്റ് രണ്ട് ബിറ്റ് പൊസിഷൻ നോക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരണം? A2 0 വരണം, B2 1 വരണം. ഇവിടെയും സെയിം തന്നെ, A1 0 വരണം, B1 1 വരണം. ഇവിടെയും സെയിം തന്നെ, A0 0 B1 1. ഈ സെയിം കണ്ടീഷനാണ് A ലെസ് ദാൻ Bയുടെ
കണ്ടീഷൻസ് 4 കണ്ടീഷൻസ്. ഫസ്റ്റ് A3 = 0, B3 = 1. ഇനി A3യും B3യും ഫസ്റ്റ് 2 ബിറ്റ് പൊസിഷൻ ഈക്വൽ ആണെങ്കിൽ നെക്സ്റ്റ് ബിറ്റ് നമ്മൾ ചെക്ക് ചെയ്യും. A2 ബിറ്റ് പൊസിഷൻ B2 പൊസിഷൻ നോക്കും. A2 0, B2 1 ആയിരിക്കണം. ഇനി ആദ്യത്തെ 2 ബിറ്റ് പൊസിഷൻ ചെക്ക് ചെയ്തിട്ട് അത് സെയിം ആണെങ്കിൽ A1ഉം B1ഉം നോക്കണം. ഇതേ സെയിം ഇക്വേഷൻ നമ്മൾ Lൻ്റെ ഇക്വേഷനാണ്. ഇത് അതുപോലെ എഴുതി വെച്ച് A3 ബാർ B3 ഇവിടെ A3 XNOR B3 ഇൻറ്റു A2 ബാർ B2 പ്ലസ് A3 XNOR B3 A2 XNOR B2 ഇൻറ്റു A1 ബാർ B1. അങ്ങനെ എല്ലാ ഇക്വേഷനും എഴുതി വെച്ച്. ഇനി അടുത്ത കണ്ടീഷൻ A = B. മൂന്നാമത്തെ കണ്ടീഷനാണ്. അപ്പോൾ A B കഴിഞ്ഞു, A B കഴിഞ്ഞു. അടുത്ത A = B. A Bയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എല്ലാ ബിറ്റും സെയിം ആയിരിക്കണം. എല്ലാ ബിറ്റ് മീൻസ് A3യും B3യും സെയിം ബിറ്റ് 1 അല്ലെങ്കിൽ 0, A2 B2 1 അല്ലെങ്കിൽ 0, A1 B1 1 അല്ലെങ്കിൽ 0, A0 B0 1 അല്ലെങ്കിൽ 0 ആണ് നമുക്ക് തന്നിരിക്കുന്ന ബിറ്റ്. അതായത് തന്നിരിക്കുന്ന ബിറ്റ് എന്തായിരിക്കണം? ഇപ്പം തന്നിരിക്കുന്ന ബിറ്റ് 0 0 1 1 ആണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ ഇവിടെയും 2 ബിറ്റും 1 1 അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. A3 ഈക്വൽ ആണെങ്കിൽ എല്ലാ ബിറ്റും സെയിം ആയിരിക്കണം. അത് A3 XNOR B3, A2 XNOR B2. ഇവിടെ B2 ആണ്. B2 A1 XNOR B1, A0 XNOR B0. ഇനി അതിൻ്റെ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് A = B എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ട്? A3 XNOR B3, A2 XNOR B2, A1 XNOR B1, A0 XNOR B0. ഈ 4 ഔട്ട്പുട്ടും കൂടെ ഒരു ആൻഡ് ഗേറ്റിൽ കൊടുക്കുന്നതാണ് A = B എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ A = B എന്ന് പറയുന്നത് 4 ആൻഡ് ഗേറ്റ്, XNORൻ്റെ ഫംഗ്ഷൻ 4 ആൻഡ് ഗേറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് A = B. ഇനി നമുക്ക് A Bക്കകത്ത് XNORൻ്റെ ആവശ്യമുണ്ട്, A Bക്കകത്ത് XNORൻ്റെ ആവശ്യമുണ്ട്. A Bക്കകത്ത് XNOR അവിടെ ഇപ്പോൾ ഇതൊരു ആൻഡ് ഗേറ്റ് A3 B3 ഒരു ആൻഡ് ഗേറ്റ് കൊടുത്തിട്ട് ഈ ഔട്ട്പുട്ട് A3 B3 XNOR ചെയ്തതും A2 B2 ബാറിൻ്റെ കൂടെ യൂസ് ചെയ്യണം. A3 XNOR B3യും A2 XNOR B1 B2വും കൂടെ A1 B3 B2 1 ബാർ. അപ്പോൾ നമുക്ക് എല്ലാ ഇക്വേഷനിലും ഈ XNORൻ്റെ ഔട്ട്പുട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ നോക്കിയിട്ട് ആവശ്യമുള്ളതൊക്കെ ഓരോ ആൻഡ് ഗേറ്റിൽ കൊടുത്താൽ മതി. നിങ്ങൾ ഇതുപോലെ ഡയഗ്രാം വരയ്ക്കണമെന്നില്ല. ഇക്വേഷൻ നോക്കിയിട്ട് ഡയറക്റ്റ് ആൻഡ് ഗേറ്റ് കണക്ഷൻ കൊടുത്താൽ മതി. ആ കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഇവിടെ ഓർ ഗേറ്റിൽ കൊടുക്കണം. A Bയുടെ ഇവിടെ ഓർ ഗേറ്റിൽ കൊടുക്കണം. അങ്ങനെയാണ് A B, A = B, A B. ഡയഗ്രാം നിങ്ങൾ ഇത് നോക്കി വരയ്ക്കേണ്ട, ജസ്റ്റ് ഒരു ഐഡിയ നോക്കിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാൻ പറ്റും. ആ ഇക്വേഷൻ നോക്കി ഡയറക്റ്റ് അങ്ങ് കണക്ഷൻ കൊടുത്ത് വെച്ചിരുന്നാൽ മതി. A B, A = B, A B. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഒരു 2 ബിറ്റ് കമ്പറേറ്ററും കൂടെ നോക്കാം. ഇത് എളുപ്പമാണ് ഡിസൈൻ. 2 ബിറ്റ് കമ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്പർ A1 A0 B1 B0. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ തന്നെ അറിയാം. A B ആണെങ്കിൽ എന്തായിരിക്കണം? A1 1ഉം B1 0 ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. A1 1ഉം B1 0 ആയിരിക്കണം A B. ഇനി ഈ 2 ബിറ്റ് സെയിം, അതായത് A1ഉം B1ഉം സെയിം, ഒന്നീ 1 1 അല്ലെങ്കിൽ 0 0 ആണെങ്കിൽ A B എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? A0 1ഉം B0 0 ആയിരിക്കണം. അതാ രണ്ടാമത്തെ കണ്ടീഷൻ. A1 ആൻഡ് B1 ആർ കോയിൻസൈഡ് ആൻഡ് കോയിൻസൈഡ് മീൻസ് സെയിം വാല്യൂ ആയിരുന്നെങ്കിൽ A0 1 B0 0 ആയിരിക്കണം. സോ A B. അപ്പോൾ ആ ഗ്രേറ്ററിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? A1 B1 ബാർ പ്ലസ് ഈ A ഗ്രേറ്റർ, ഇത് രണ്ട് സെയിം ആണെന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? A1 XNOR B1 ഇൻറ്റു എന്താണ്? A1 B0 ബാർ. ഇതാണ് A Bയുടെ കണ്ടീഷൻ. ഇനി ഫസ്റ്റ് A Bയുടെ ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത് A B. ഇനി A Bയുടെ കണ്ടീഷൻ എങ്ങനെയാണ്? A Bയുടെ കണ്ടീഷൻ A1 0 B1 1 ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. A1 0 B1 1.
ഇനി ഈ രണ്ട് ബിറ്റും സെയിം ആണെങ്കിൽ ഏത് ബിറ്റ് നോക്കിയാൽ മതി? A0യും B0. A0 0 ആയിരിക്കണം, B1 1 ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ A1 B1 കോയിൻസൈഡ്, അതായത് സെയിം ആണെങ്കിൽ A0 0 B1 1. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? L = A1 ബാർ B1 പ്ലസ്, ഇത് ഈക്വൽ ആണെങ്കിൽ ഈ A1 ബാർ B1 എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് കണ്ടീഷൻ പ്ലസ് അടുത്തത് A1ഉം B1ഉം ഈക്വൽ ആണെങ്കിൽ അതെങ്ങനെ എഴുതും? A1 XNOR B1 ഇൻറ്റു A0 ബാർ B0. ക്ലിയർ ആയല്ലേ? അപ്പോൾ A ഗ്രേറ്റർ ദാൻ B ആയി, A ലെസ് ദാൻ B. ഇതാണ് A ഗ്രേറ്റർ ദാൻ ബിയുടെ ഇക്വേഷൻ, ഇത് A ലെസ് ദാൻ ബിയുടെ ഇക്വേഷൻ. ഇനി A ഈക്വൽ ടു B ആണെങ്കിൽ രണ്ട് ബിറ്റും സെയിം ആയിരിക്കണം, അതായത് A1 XNOR B1, A0 XNOR B0. അപ്പം ഇത് ഗ്രേറ്റർ ദാൻ, ഇത് ലെസ് ദാൻ, ഇത് ഈക്വൽ. ഇനി എന്ത് ചെയ്യണം? ഗേറ്റിൽ കണക്ഷൻ കൊടുക്കണം. അതിൻ്റെ ഡയഗ്രാം വരച്ചിരിക്കുന്നത് അതിൻ്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. A ഗ്രേറ്റർ ദാൻ B, A ഈക്വൽ ടു B, A ലെസ് ദാൻ B. നിങ്ങൾ ജസ്റ്റ് നോക്കി ഡയഗ്രാം നോക്കിയിട്ട് കണക്ഷൻ കൊടുത്തിരുന്നാൽ മതി.